ഹായ്, നമ്മൾ ഡയലേഷൻസ് ആൻഡ് കോൺട്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കാണ് നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് കെ ഈസ് എ നോൺ നെഗറ്റീവ് സ്കെയിലർ, കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോൺ നെഗറ്റീവ് സ്കെയിലറാണ്. ദെൻ ദി ഓപ്പറേറ്റർ ടി എക്സ് ഈക്വൽ ടു കെ എക്സ്, ടി ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് ആണ് നമ്മളുടെ എന്ത് വരുന്നത്, അതിൻ്റെ ഓപ്പറേറ്റർ ഓൺ R2 ഓർ R3, R2 അല്ലെങ്കിൽ R3 ആസ് ദി എഫക്റ്റ് ഓഫ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ദി ലെങ്ത് ഓഫ് ദി വെക്റ്റർ ബൈ എ ഫാക്ടർ ഓഫ് കെ if 0 less than or equal to k less than 1. The operator is called a contraction. ആ ഓപ്പറേഷനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, കോൺട്രാക്ഷൻ പറഞ്ഞത്. വിത്ത് ഫാക്ടർ കെ ആൻഡ് ഇഫ് കോൺട്രാക്ഷൻ വിത്ത് ഫാക്ടർ കെ, നമ്മുടെ കെൻ്റെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണെങ്കിൽ നമുക്ക് എന്ത്, ആ ഓപ്പറേഷൻ നമുക്ക് എന്ത് വിളിക്കാം, കോൺട്രാക്ഷൻ വിത്ത് ഫാക്ടർ കെ എന്ന് പറയും. ടി ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സിൽ കെൻ്റെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ കോൺട്രാക്ഷൻ എന്നാണ് പറയുക. ഇനി കെ ഗ്രേറ്റർ ദാൻ 1, കെ 1നേക്കാളും വലുതാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡയലേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ നമ്മുടെ നോൺ നെഗറ്റീവ് സ്കെയിലറാണ്. പിന്നെ ടി ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് ആണ് നമ്മളുടെ ഓപ്പറേറ്റർ വരുന്നത് ഓൺ R2 ഓർ R3. 0ൻ്റെയും 1ൻ്റെയും 0 ഈക്വൽ ടു 0 ഇൻക്ലൂഡ് ചെയ്തിട്ട് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് നമ്മുടെ കെൻ്റെ വാല്യൂ എങ്കിൽ അതിന് നമ്മൾ കോൺട്രാക്ഷൻ എന്ന് പറയും. കെ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിന് നമ്മൾ ഡയലേഷൻ എന്ന് പറയും. ഇഫ് കെ ഈക്വൽ ടു 1, കെ ഈക്വൽ ടു 1 ആണെങ്കിൽ ടി എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആണ്. ഈ ടീനെയാണ് കോൺട്രാക്ഷൻ എന്നും അതേപോലെ ഡയലേഷൻ എന്നും അതേപോലെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്നും പറയുന്നത്. ദി സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ദി എബവ് ഓപ്പറേറ്റർ ഓൺ R2 ആൻഡ് R3 റെസ്പെക്റ്റീവ്ലി. ഇതിന് സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ K0 0 K R2 K0 0 0 K0 0 0 K ഇൻ R3. ഓക്കെ, അതിൻ്റെ എന്താണ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ്. അടുത്ത എക്സ്പാൻഷൻസ് ആൻഡ് കംപ്രഷൻസ്. ഇനി ഡയലേഷൻ ഓർ കൺട്രാക്ഷൻ ഓഫ് R2 ഓർ R3. കൺട്രാക്ഷൻ ഡയലേഷൻ നമ്മൾ പറഞ്ഞു. ഓൾ കോർഡിനേറ്റ്സ് ആർ മൾട്ടിപ്ലൈ ബൈ ഡൈ നോൺ നെഗറ്റീവ് ഫാക്ടർ. എല്ലാ കോർഡിനേറ്റ്സും നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഫാക്ടർ കെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇഫ് ഓൺലി വൺ കോർഡിനേറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ കെ, ദെൻ ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂ ഓഫ് കെ ദി റിസൾട്ടിംഗ് ഓപ്പറേറ്റർ ഇസ് കോൾഡ് എ കംപ്രഷൻ ഓർ എക്സ്പാൻഷൻ. അതായത് ഒരു കോർഡിനേറ്റർ മാത്രം കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബാക്കിയെല്ലാം എന്താണ്, കെൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഓൺലി വൺ കോർഡിനേറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ കെ, ദെൻ ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂ ഓഫ് കെ. അതായത് ഒരു കോർഡിനേറ്റർ മാത്രം നമ്മൾ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ കെ വെച്ചിട്ട് കെൻ്റെ വാല്യൂ എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇത് റിസൾട്ടിങ് ഓപ്പറേറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഓപ്പറേറ്റർ നമ്മൾ എന്ത് ചെയ്തും, അതിനെ നമ്മൾ കംപ്രഷൻ ഓർ എക്സ്പാൻഷൻ വിത്ത് ഫാക്ടർ കെ എന്ന് പറഞ്ഞു. ദി ഡയറക്ഷൻ ഓഫ് ദ കോർഡിനേറ്റ് എക്സ്. ദി സ്റ്റാൻഡേർഡ് മെട്രിക്സസ് ഫോർ ദി എക്സ്പ്രഷൻ എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ. എക്സ്പാൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സിൻ്റെ മെട്രിക്സ് ഇൻ R2 ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് വൈ ഡയറക്ഷൻ ആർ റെസ്പെക്റ്റീവ്ലി. എക്സ് ഡയറക്ഷൻ ആകുമ്പോൾ ഇങ്ങനെയാണ് വരിക, വൈ ഡയറക്ഷൻ ആകുമ്പോൾ ഇങ്ങനെയാണ് വരിക. K0 0 1 ആൻഡ് 1 0 0 K. അതായത് 1 0 0 1 ആണ് നമ്മളുടെ എന്ത് വരുന്നത്, ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ വരുന്നത്, അല്ല സ്റ്റാൻഡേർഡ് മെട്രിക്സ് വരിക. ഈ 1 പറഞ്ഞാൽ 1 0 0 1. അപ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷനിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 1 0 എന്നല്ലേ വരുന്നത്. 1 0ൽ ഇതിപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 1 0 0 1 എന്നാണ് നമ്മളുടെ വരുന്നത്. ഇതിലിപ്പോൾ നമ്മൾ കംപ്രഷൻ ഓർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കോഎഫിഷ്യൻറ്റിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എക്സ് കോമ വൈ എന്നാണ്. അതേപോലെ ഇതും എക്സ് കോമ വൈ എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫസ്റ്റത്തേൽ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് എന്ത്, എക്സ് ഡയറക്ഷൻ. ബാക്കിയൊക്കെ സെയിം. അതായത് ഇവിടെ എക്സ് ഡയറക്ഷൻ, എക്സിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് വരും, 0 തന്നെ വരുന്നു. അതേപോലെ അടുത്തത് റെസ്പെക്റ്റീവ്ലി y direction. The standard matrix for the expression for compression with factor k in R3. R3ലാണെങ്കിൽ എങ്ങനെയാണ് നോക്കുക, എക്സ് ഡയറക്ഷൻ ആകുമ്പോൾ ഇവിടെ വരും. അതായത് ഫസ്റ്റത്തെ നമ്മൾ എക്സിൻ്റെ ആണ് എഴുതുന്നത്, പിന്നെ വൈ, പിന്നെ സെഡ്. ഓക്കെ, അപ്പോൾ എക്സ് ഡയറക്ഷൻ ആകുമ്പോൾ ഇങ്ങനെ, വൈ ഡയറക്ഷൻ ആകുമ്പോൾ ഇങ്ങനെ, സെഡ് ഡയറക്ഷൻ ആകുമ്പോൾ ഇങ്ങനെ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരൊറ്റ ഇതിന് മൾട്ടിപ്ലൈ ഉള്ളൂ മീനിങ്. അതാണ് എന്ത്, കംപ്രഷൻ ഓർ എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇനി അടുത്തത് ഷിയേഴ്സ്. എ മെട്രിക്സ് ഓപ്പറേറ്റർ ഓഫ് ദി ഫോം ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് കെ വൈ കോമ വൈ. അപ്പോൾ മെട്രിക്സ് ഓപ്പറേറ്റർ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് കെ വൈ കോമ വൈ എന്നാണ്. ട്രാൻസ്ലേറ്റ്സ് എ പോയിന്റ് എക്സ് വൈ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. അതിന് നമ്മൾ എന്ത് ചെയ്യുക, എക്സ് വൈ ഇൻ ദി എക്സ് വൈ പ്ലെയിൻ പാരലൽ ടു ദി എക്സ് ആക്സിസ് ബൈ ആൻ എമൗണ്ട് കെ വൈ that is proportional to the y coordinate of that point. This operator leaves the points on the x-axis fixed y equal to 0, but as we progress away from the x-axis, the translation distances increase. We call the operator is shear in the x direction by a factor k. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ വൈന് 0 കൊടുക്കുക. വൈന് 0 കൊടുക്കുകയാണെങ്കിൽ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് കെ ബൈ വൈ എന്നാണ്. അപ്പോൾ വൈന് 0 കൊടുത്താൽ
നമ്മളുടെ ഓപ്പറേറ്റർ എന്തേ ആവുള്ളൂ, എക്സ് ആക്സിസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ട്രാൻസ്ലേഷൻ എന്താണ് അവിടെ ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുന്നത്, ട്രാൻസ്ലേഷൻ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അതാണ് ഷിയർ ഇൻ ദി എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിലുള്ള ഷിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് എന്ന് വരുന്നതാണ്. ഓക്കെ, എക്സ് കോമ 0 എന്ന് വരുന്നതാണ്. ഹിയർ ടി ഓഫ് E1 ഈക്വൽ ടു ടി ഓഫ് 1 0 1 0. ഓക്കെ, അത് എക്സ് ആക്സിസിൽ മാത്രമേ വരുള്ളൂ. ടി ഓഫ് E2 പറഞ്ഞാൽ വൈ ആക്സിസിൽ. Hence the standard matrix for this operator 1k 0 1. Okay, 1k 0 1. The figure given below illustrates the effect of shear in the x direction by a factor k on the unit square for both k greater than 0 and k less than 0. k greater than 0 ആകുമ്പോഴുള്ള ഷിയറും k less than 0 ആകുമ്പോഴുള്ള ഷിയറാണ് പറഞ്ഞത്. അപ്പോൾ യൂണിറ്റ് സ്ക്വയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് 1001 ആണ് അതിൻ്റെ വരിക. ദെൻ k ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, k ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടുന്ന് ഇതിൽ നിന്ന് കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടാണ് വാല്യൂ നിൽക്കുക. k ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറ്, അപ്പുറത്തെ സൈഡിലേക്ക് പോകും. കാരണം ലെസ് ദാൻ 0 പറഞ്ഞാൽ നെഗറ്റീവാണ് വരുന്നത്. നെഗറ്റീവ് വരണമെങ്കിൽ, എക്സ് ആക്സിസിൽ നെഗറ്റീവ് വരണമെങ്കിൽ എന്തായാലും നമുക്ക് എങ്ങോട്ട് പോകണം, ഈ ഒരു സൈഡിലേക്ക് പോകണം. അതാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എ മെട്രിക്സ് ഓപ്പറേറ്റർ ഓഫ് ദി ഫോം ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് കോമ വൈ പ്ലസ് കെ എക്സ്. അപ്പോൾ ഷിയർ a matrix operator of the form t of x y equal to x comma y plus kx translates a point x comma y in the xy plane parallel to the y axis. അപ്പോൾ എക്സ് വൈ പ്ലെയിനിൽ വൈ ആക്സിസിന് പാരലായിട്ടാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അതെന്താ വെച്ചാൽ ഷിയർ ഇൻ ദി വൈ ഡയറക്ഷൻ ബൈ എ ഫാക്ടർ ഒക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഷിയർ ഇൻ ദി എക്സ് ഡയറക്ഷൻ ബൈ എ ഫാക്ടർ ഒക്കെയാണ്. അപ്പോൾ എക്സ് ഡയറക്ഷൻ ആകുമ്പോൾ നിങ്ങൾ ഇക്വേഷൻ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് കെ വൈ കോമ വൈ എന്നായിരുന്നു. ഓക്കെ, ഇവിടെ വൈ ആക്സിസിലാവുമ്പോൾ എക്സ് കോമ വൈ പ്ലസ് കെ എക്സ് ആണ്. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസ് എന്തായാലും പഠിച്ചു വയ്ക്കാം. അതാണ് ഷിയർ ഇൻ ദി എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും. ഓക്കെ, ഇനി ഇതിൽ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ അതെന്തായിട്ട് മാറും, ഓൺലി വൈ ആക്സിസ് മാത്രമായിട്ട് മാറും. ഓക്കെ, ആ ഓപ്പറേറ്റർ വൈ ആക്സിസിൽ മാത്രമായിട്ട് മാറും. അത് വൈ ആക്സിസിൽ ഇൻക്രീസ് ചെയ്തിട്ട് പോകും. ദെൻ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സ് ആക്സിസിൻ്റെ നമ്മളതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എഴുതിയിരുന്നു. അതേപോലെ അപ്പോൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എക്സ് ആക്സിസിൻ്റെ എഴുതിയപ്പോൾ എന്തായിരുന്നു, എക്സ് ആക്സിസ് എഴുതുമ്പോൾ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് കെ വൈ കോമ വൈ എന്നായിരുന്നു. അപ്പോൾ ടി ഓഫ് E1 ആണ്. E1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഓഫ് 1 0. ടി ഓഫ് 1 0 കൊടുക്കുമ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ഓഫ് 1 0. അപ്പോൾ എന്താ, എക്സ് പറഞ്ഞ 1 ആണ്. സോ 1 പ്ലസ് കെ ഇൻറ്റു വൈ എന്നാണ്. അപ്പോൾ 0 ആണ്. 0 കോമ 0 എന്ന് വരും. അപ്പോൾ 1 0 എന്നാണ് നമുക്ക് എന്ത് വരിക, ഫസ്റ്റ് ടി ഓഫ് E1 വരിക. ഇനി ഇത് E1 ആണ്, ടി ഓഫ് E1. അടുത്ത അതേപോലെ ടി ഓഫ് E2. ടി ഓഫ് E2 എന്താണ്, ടി ഓഫ് 0 1 ആണ്. അപ്പോൾ എക്സ് എന്തായി മാറി, 0 ആയിട്ട് മാറി. അപ്പോൾ ഫസ്റ്റ് ടേം 0 പ്ലസ് കെ ഇൻറ്റു 1. സോ കെ കോമ 1. അപ്പോൾ എന്താ വരിക, കെ കോമ 1 വരും. അപ്പോൾ അതാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മെട്രിക്സ് വരിക. അപ്പം അതിന് സ്റ്റാൻഡേർഡ് മെട്രിക്സിൻ്റെ ഇതിൽ എഴുതി E1 E2 എന്നാണ് എഴുതുക. E1 E2. സോ 1 0 K1 വരും. സോറി, E1 E2 എന്നല്ല, E1 E2 എന്നാണ് എഴുതുന്നത്. E1 E2 എന്ന് നമ്മളെങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഗ്രാഫാണ് കാണിക്കുന്നത്. ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് സ്ക്വയറിലും ഇമേജ് 1k ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ, അതേപോലെ ഇമേജ് 1k ലെസ് ദാൻ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫാണ് കാണിക്കുന്നത് വൈ ആക്സിസിൽ. നമ്മൾ എക്സ് ആക്സിസിന് നമ്മൾ കണ്ടിരുന്നു, അത് എക്സ് ആക്സിസിന് മാത്രമായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മളുടെ ഗ്രാഫ് ഇങ്ങനെ എക്സ് ആക്സിസിലാകുമ്പോൾ നിങ്ങൾ നോക്കാം, എക്സിൻ്റെ നെഗറ്റീവും പോസിറ്റീവുമാണ് എക്സ് ആക്സിസിൽ വരുന്നത്. സോറി, ഇത് എക്സ് ആക്സിസ് തന്നെയല്ലേ, ഇത് എക്സ് ആക്സിസിൻ്റെ ഗ്രാഫാണ്. ഞാൻ വൈ ആക്സിസിന് ഇതേപോലെ കറസ്പോണ്ടിങ് ടി ഓഫ് E1 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഓഫ് E1 ഈക്വൽ ടു ടി ഓഫ് 1 0 ദാറ്റ്സ് ഈക്വൽ ടു എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ, എക്സ് കോമ വൈ പ്ലസ് കെ എക്സിനായിരുന്നു. സോ എക്സിന് നമ്മൾ എന്ത് കൊടുത്തു, 1 കൊടുത്തു, വൈക്ക് നമ്മൾ 0 കൊടുത്തു, പ്ലസ് കെ ഇൻറ്റു 1. സോ കെ എന്ത് വരും, 1 k എന്ന് വരും. ഓക്കെ,
ഇനി അതേപോലെ ടി ഓഫ് ഇ ടു വരുമ്പോൾ നമുക്ക് 0 1 വരും. അപ്പോൾ E1 E2 നമ്മൾ എഴുതുമ്പോൾ 1k ആൻഡ് 0 1. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡ് മാട്രിക്സ് അങ്ങനെയാണ് എഴുതുക. അതിൽ പറയുന്നത് ഫിഗർ ചെയ്യുമ്പോൾ ലിസ്റ്റേഴ്സ് അതിപ്പോൾ ഇനി അടുത്ത് കൊടുക്കുന്നത് y ആക്സിസിൻ്റെ ഫിഗറാണ്. അപ്പോൾ നിങ്ങൾ എക്സിൻ്റെ ഫിഗർ നോക്കുക, എക്സ് ഡയറക്ഷനിലുള്ള ഫിഗർ. ആദ്യം യൂണിറ്റ് സ്ക്വയർ 1 0 1 1 0 ആ ഒരു സ്റ്റാൻഡേർഡ് മാട്രിക്സിൻ്റെ ആ ഒരു ഗ്രാഫാണ് ഇത്. പിന്നെ അടുത്ത എന്താ വരുന്നത്, k ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താണ്, k ലെസ് ദാൻ 0 ആകുമ്പോൾ എന്താണെന്നാണ്. അപ്പോൾ k ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും എന്ത് ചെയ്യുക, പോസിറ്റീവാണ് വരിക. ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും പോസിറ്റീവാണ് വരിക. സോ k1 1 0 k1 വന്നിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ ഏതൊരു പോയിന്റ്, വൈ ആക്സിസിൽ എന്താണ് 1. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയായാലും ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരുന്നു. ഓക്കെ, അടുത്തത് നമ്മൾ k ലെസ് ദാൻ 0 ആണ് വരുന്നത്. k ലെസ് ദാൻ 0 പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് എവിടെ വരുന്നത്, ഈ ഒരു സൈഡിലാണ് വരുന്നത്, അതായത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് എപ്പോഴും നിൽക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ഷേപ്പല്ല, ഇത് ഈ ഒരു പൊസിഷനിൽ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. അതായത് ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അത് 1 0 വരുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് കെയുടെ വാല്യൂ മാറുന്നതനുസരിച്ചിട്ട്. അപ്പോൾ കെൻ്റെ വാല്യൂ നെഗറ്റീവ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. ഇനി അതേപോലെ വൈ ആക്സിസിൽ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് യൂണിറ്റ് സ്ക്വയർ ഇങ്ങനെയാണ്, നമ്മുടെ y ആണ് ഇവിടെ മാറുന്നത്. അപ്പോൾ വൈ ആക്സിസ് മാറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വൈ ആക്സിസ് മാറുക. കാരണം വൈ ആക്സിസ് ഇവിടെയാണല്ലോ. ഓക്കെ, കാരണം എക്സിൻ്റെ 1k എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ, എക്സിലെ 1 വൈയിലെ k എന്നാണ്. അപ്പോൾ ഇത് ഇങ്ങനെ നീണ്ടു പോകാം, കാരണം കെയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് നീണ്ടു പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് k ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ വരും. ഇനി k ലെസ് ദാൻ 0 ആകുമ്പോൾ നമ്മുടെ വൈ ആക്സിസിൻ്റെ നെഗറ്റീവ് എവിടെ വരുന്നത്, ഇവിടെ ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ചേർന്നിട്ടാണ് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് എന്തായാലും പഠിച്ചു വെക്കുക. അതേപോലെ ഷിയറിൻ്റെ എക്സ് ഡയറക്ഷൻ്റെ ഇക്വേഷനും വൈ ഡയറക്ഷൻ്റെ ഇക്വേഷനും പഠിക്കുക. അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സിൻ്റെ ഫോം പഠിക്കുക. ഓക്കെ, അത്രേ ഇതിലുള്ളൂ. പിന്നെ x = 0 ആകുമ്പോൾ എന്താ സംഭവിക്കുക, y = 0 ആകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് ഓരോ കേസിലും നോക്കി വയ്ക്കുക. നെക്സ്റ്റ് ഓർത്തോഗണൽ പ്രൊജക്ഷൻസ് ഓൺ ടു ലൈൻസ് ത്രൂ ദി ഒറിജിൻ. അങ്ങനെ ഓർത്തോഗണൽ പ്രൊജക്ഷൻസ് എന്നാണ് പറയുന്നത്. അത് ലൈൻസിൻ്റെ മേലെ ഓർത്തോഗണൽ പ്രൊജക്ഷൻ ത്രൂ ദി ഒറിജിനിലൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ നിങ്ങൾ നോട്ട് ചെയ്തേണ്ടത് R2 പറയുന്നത് മെട്രിക്സ് ഓപ്പറേറ്ററിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് ആണിത്. ലൈൻ മേക്സ് ആൻ ആംഗിൾ തീറ്റ പോസിറ്റീവ് ആക്സിസ് ഇതൊന്നും ആവശ്യമില്ല, ഇവിടെ മുതൽ എഴുതിയാൽ മതി. ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ആംഗിളായിട്ട് എടുക്കുന്നത്. ലൈൻ ത്രൂ ദി ഒറിജിൻ ദാറ്റ് മേക്സ് ആൻ ആംഗിൾ, അതായത് ഒരു ലൈന് ഒറിജിനിലൂടെ പോകുന്ന ഒരു ലൈന് ഉണ്ടാക്കുന്ന ആംഗിളായിട്ട് നമ്മൾ തീറ്റേനെയാണ് ചൂസ് ചെയ്യുന്നത്. ദെൻ എ എന്ന് പറഞ്ഞത് ഒരു യൂണിറ്റ് വെക്ടറാണ് അലോങ് ദി ലൈൻ എല്ലിലൂടെ ഒരു യൂണിറ്റ് വെക്ടറാണ് എ എന്ന് പറഞ്ഞത്, എൽ എന്ന് പറഞ്ഞ ലൈനിലൂടെ പോകുന്നത്. ദെൻ സിൻസ് ദി ലൈൻ എൽ മേക്സ് ആൻ ആംഗിൾ തീറ്റ, ഈ എല്ല് എന്തുണ്ടാക്കും, ഒരു ആംഗിൾ ഉണ്ടാക്കും. ആ ആംഗിൾ നമ്മൾ എന്ത് കൊടുത്തു, തീറ്റ നോർത്തു. ഇത് പോസിറ്റീവ് എക്സ് ആക്സിസിലൂടെ പോകുന്ന ലൈന് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്, തീറ്റ എന്ന് പറഞ്ഞത്. ഇനി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് വെക്ടർ പറയും കോസ് തീറ്റ സൈൻ തീറ്റ ആയിരിക്കും. ഒരു ട്രയാങ്കിൾ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക, അത് എന്തായിരിക്കും, കോസ് തീറ്റ സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ഇതാണ് യൂണിറ്റ് വെക്ടർ. ഇത് എൽ എന്ന് പറഞ്ഞാൽ ഇത് ഒറിജിനിലൂടെ പോകുന്നതാണ്. അത് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് നോക്കുക, ഇവിടുന്ന് ഇങ്ങോട്ട് പാരലലോഗ്രാം വരച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആംഗിൾ കണ്ടെത്തുക. സോ ഇതിൻ്റെ ആംഗിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇവിടെ കോസ് തീറ്റ, അതായത് ഇത് പൈതഗോറസ് തിയറമായി. ഈ ഒരു ഇത്രയും ചെറുതായിട്ട് ഈ ഒരു ട്രയാങ്കിൾ യൂസ് ചെയ്യുക. അപ്പോൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ തീറ്റ കാണാൻ ഇപ്പുറത്തെ സൈഡിൽ കോസ് തീറ്റ, ഇവിടെ എന്താണ് സൈൻ തീറ്റയാണ് വരിക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പൈതഗോറസ് തിയറത്തിൽ വയ്ക്കുക. അപ്പോൾ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, എ എന്ന് പറഞ്ഞ യൂണിറ്റ് വെക്ടർ കോസ് തീറ്റ സൈൻ തീറ്റ. ദെൻ അങ്ങനെയാണെങ്കിൽ നോം എന്തായിരിക്കും, റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ദാറ്റ്സ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ ഓർത്തോഗണലാണ് പറയുന്നത്. ഓർത്തോഗണൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എയും വേണം, എന്ത് വേണം, നോമയും വേണം.
ഓക്കെ. അപ്പോൾ നമുക്കിവിടെ E1 E2 എന്ന് പറഞ്ഞ 2 പോയിൻറ്റ്സ് ആണ്. ആ ഒരു 2 പോയിന്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മൊത്തം ഡെഫിനേഷനും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ E1 E2 എന്ന് പറഞ്ഞാൽ ആ ഒരു യൂണിറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. E1 E2 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സ്ക്വയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ E1 ഡോട്ട് എ എന്ത് വരും, 10 ഡോട്ട് കോസ് തീറ്റ കോമ സൈൻ തീറ്റ എന്ന് വരും. ഡോട്ട് പ്രോഡക്റ്റ് ആണ് വരുന്നത്. അപ്പം എന്താ, ഡോട്ട് പ്രോഡക്റ്റ് വരുമ്പോൾ 1 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് 0 ഇൻറ്റു സൈൻ തീറ്റ, സോ കോസ് തീറ്റ എന്ന് വരും. ദെൻ അടുത്ത് E2 ഡോട്ട് എ എന്ന് പറഞ്ഞാൽ 0,1 ഡോട്ട് കോസ് തീറ്റ കോമ സൈൻ തീറ്റ, സോ 0 ഇൻറ്റു കോസ് തീറ്റ പ്ലസ് 1 ഇൻറ്റു സൈൻ തീറ്റ, സോ സൈൻ തീറ്റ എന്ന് വരും. ഇനി അടുത്തത് നമ്മൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ് എലോങ് എല്ലിലും. അപ്പോൾ E1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ് ആദ്യം നോക്കുന്നത്. സോ അതിന് നമ്മൾ TA ഓഫ് E1 എന്ന് വിളിച്ചു. ഓക്കെ, TA ഓഫ് E1 ഈക്വൽ ടു projection of E1 along L, that's equal to E1 dot A divided norm A square into A. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് E1 ആകുമ്പോൾ E1 ഡോട്ട് എ എന്ന് വരും. പ്രൊജക്ഷൻ ഓഫ് E2 ആകുമ്പോൾ E2 ഡോട്ട് എ എന്ന് വരും. പ്രൊജക്ഷൻ ഓഫ് വേറെ ഏതെങ്കിലും വെക്ടർ ആകുമ്പോൾ അത് വേറെ ഏതെങ്കിലും പോയിന്റ് ആകുമ്പോൾ ആ പോയിന്റ് ഡോട്ട് നമ്മൾ എടുക്കണം, ആ വെക്ടർ എടുക്കും, യൂണിറ്റ് വെക്ടർ വരും. ഓക്കെ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ ആ ഒരു പോയിന്റ്, ആ ഒരു യൂണിറ്റ് വെക്ടറോട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ പ്രൊജക്ഷൻ ഓഫ് E1ൻ്റെ ആ ഒരു ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. സോ E1 ഡോട്ട് എ എന്നാണ്. അപ്പോൾ E1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മളുടെ 10. E1 ഡോട്ട് എ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. E1 ഡോട്ട് എ പറഞ്ഞാൽ കോസ് തീറ്റയാണ്. ഡിവൈഡഡ് നോം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നോം എ പറഞ്ഞാൽ 1 ആണ്. സോ നോം എ സ്ക്വയർ പറഞ്ഞാൽ 1 സ്ക്വയർ, സോ 1 തന്നെ വരിക. ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ഏതായിരുന്നു, കോസ് തീറ്റ സൈൻ തീറ്റ ആയിരുന്നു. ദാറ്റ്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ TA ഓഫ് E2ന് എലോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ, അതിൻ്റെ E2 ഡോട്ട് എ ഡിവൈഡഡ് നോം എ സ്ക്വയർ ഇൻറ്റു എ. അപ്പോൾ E2 ഡോട്ട് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ തീറ്റ ആയിരുന്നു, കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, സോ സൈൻ തീറ്റ കോസ് തീറ്റ കോമ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഇനി നമ്മൾ അതിന് എന്ത് ചെയ്യുക, സ്റ്റാൻഡേർഡ് മെട്രിക്സ്, അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് വരും. സ്റ്റാൻഡേർഡ് മെട്രിക്സ് ക്യാപിറ്റൽ ലെറ്റർ A ഈക്വൽ ടു TA ഓഫ് E1 TA ഓഫ് E2. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ, അതാണ് TA ഓഫ് E1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻഡ് സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഇനി നമ്മൾ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ ഇതിനെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതുക വിചാരിക്കും. പിന്നെ ചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ്, 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതിൽ 2നെ പ്രതി കൊണ്ടുപോകുമ്പോൾ 1/2 സൈൻ 2 തീറ്റ എന്ന് വരും. സോ കോസ് സ്ക്വയർ തീറ്റ 1/2 സൈൻ 2 തീറ്റ 1/2 സൈൻ 2 തീറ്റ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ A എന്ന് പറഞ്ഞ ഒരു മെട്രിക്സിൻ്റെ, അതാണ് സ്റ്റാൻഡേർഡ് മെട്രിക്സ്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് മെട്രിക്സിൻ്റെ പ്രൊജക്ഷനാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് E1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷനും ഇത് E2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ്. അപ്പോൾ സ്റ്റാൻഡേർഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷനാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ നമ്മൾ P തീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ P തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ സ്ക്വയർ തീറ്റ, ദാറ്റ്സ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ 1/2 സൈൻ 2 തീറ്റ 1/2 സൈൻ 2 തീറ്റ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള A എന്ന് പറഞ്ഞ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളുടെ പ്രൊജക്ഷൻ. ഓക്കെ, A എന്ന് പറഞ്ഞ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ. അപ്പോൾ ഈ ഒരു നിങ്ങളിപ്പോൾ ഇതിൽ പഠിക്കേണ്ടത് എന്താ വെച്ചാൽ പ്രൊജക്ഷൻ എലോങ് E1 ഈ ഒരു ഇക്വേഷൻ പഠിക്കുക, അതേപോലെ T ഓഫ് E2ൻ്റെ ഇക്വേഷൻ പഠിക്കുക. A എന്ന് പറഞ്ഞൊരു യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്തായാലും എന്തായിരിക്കും, കോസ് തീറ്റ സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒന്ന് ആ ഒരു റിസൾട്ട് ഒന്ന് നോക്കി.